ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഏകദേശം 1 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വെയിറ്റ് ഗെയിനിന് വേണ്ടി കൊടുക്കാവുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഏത്തയ്ക്ക പഴം കൊണ്ടുള്ള ഗീ റോസ്റ്റാണ്. കുഞ്ഞുങ്ങളുടെ വെയിറ്റ് പെട്ടെന്ന് കൂടാനുള്ള ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫുഡാണിത്. ഇത് മിക്കവർക്കും അറിയുന്നൊരു റെസിപ്പിയാണ്, എന്നാൽ അറിയില്ലാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി കൊടുക്കേണ്ട ഒരു ഫ്രൂട്ടാണ് ഏത്തയ്ക്കപ്പഴം. ഇത് പെട്ടെന്ന് തൂക്കം കൂടാനും സഹായിക്കും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ 2 സിമ്പിൾ ഫുഡാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു പഴുത്ത ഏത്തപ്പഴം എടുക്കുക. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്നവരുണ്ട്. ഞാനിത് ഉടച്ചാണ് വെക്കുന്നത്, അതുകൊണ്ട് ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു കടായിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അരിഞ്ഞു വെച്ച പഴം അതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് ആഴ്ചയിൽ 2 ദിവസമൊക്കെ കൊടുത്താൽ മതി. എന്നും കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ഇത് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. ഞാൻ നല്ല രീതിയിൽ വെന്തുടച്ചാണ് കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മധുരം ചേർക്കാം. മധുരം ചേർക്കണ ആവശ്യമുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചത് ചേർത്താൽ അത്രയും നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ ഹെൽത്തി ബനാന ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഡെക്കറേഷന് വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു റെസിപ്പി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത റെസിപ്പി എഗ്ഗ് കൊണ്ടാണ്. എഗ്ഗ് കൊണ്ടൊരു സിമ്പിൾ റെസിപ്പിയാണ് അടുത്തത് ഉണ്ടാക്കുന്നത്. ചീസ് ഓംലെറ്റ് റെസിപ്പി. കുട്ടികൾക്ക് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് സിമ്പിളാണ് ഉണ്ടാക്കുന്നത്. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുരുമുളകും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സവാളയും വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ ചേർക്കാം, അത് ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് എണ്ണയ്ക്ക് പകരം ഞാൻ ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. ഇനി മുട്ട ആഡ് ചെയ്യാം. കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കവും ടൊമാറ്റോയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ചീസാണ് ആഡ് ചെയ്തത്. ചീസ് നല്ല രീതിയിൽ അലിഞ്ഞ് വരുമ്പോൾ മാത്രം ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുക. അങ്ങനെ ചീസ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയോടൊപ്പം ചേർത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.